അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ഈ ട്രെയിനിൽ നിന്നാണ് കേട്ടോ. ഇത് പാലക്കാട് നിന്നും തിരുച്ചെന്തൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് കയറാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ രാവിലെ കൊല്ലങ്കോട് നിന്ന് തിരുച്ചെന്തൂർ ട്രെയിനിൽ കയറിയിട്ട് പൊള്ളാച്ചിക്ക് പോവാണ്. പൊള്ളാച്ചി പോയിട്ട് അവിടെ നിന്ന് കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ ലോറി എടുക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു റൂട്ടിൽ രാവിലെ ട്രെയിനിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നല്ല കാലാവസ്ഥയും നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിനി മുതലമട റെയിൽവേ സ്റ്റേഷൻ കൂടെ കാണിച്ചു തരാം. അതുവഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ വണ്ടി സർവീസിനെടുത്ത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ലാസ്റ്റ് കണ്ടവർക്ക് അറിയാം, നമ്മൾ സർവീസിനെടുത്തായിരുന്നു. എടുത്തിട്ട് ഇന്ന് ഓട്ടം പോകാൻ വേണ്ടിയാണ് ഞാനും അതിനും കൂടെ രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. നോക്കി എന്ത് ഭംഗിയല്ലേ കാണാൻ. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തും കേട്ടോ. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് മുതലമടയാണ്. ഓ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും കേട്ടോ. നമ്മൾ ഈ ഇടത് സൈഡാണ് നിൽക്കുന്നത്. വല സൈഡാണെങ്കിൽ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറാൻ പോകണം കേട്ടോ. നോക്കിയാൽ രാവിലെ എന്ത് പൊങ്ങിയാണ്. മുകളിൽ മഞ്ഞ കളറായിട്ടുണ്ട് ആകാശമൊക്കെ. മഞ്ഞല്ല, ഓറഞ്ച്. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അതേ കൊണ്ടിട്ടിരിക്കുന്നത്. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പേടിയാണ് കേട്ടോ. അതേണ്ടേ പോകാറായിട്ടില്ല. അതുകൊണ്ട് ചായ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആൽമരമാണ് കേട്ടോ. എപ്പോൾ വന്നാലും ഇവിടുന്ന് ഒരു ക്ലിപ്പ് എടുക്കാതെ ഞാൻ പോകാറില്ല. ഗ്രീൻ സിഗ്നലായി കയറട്ടെ. നമ്മൾ രാവിലത്തെ 2 ചായയും വടയും വാങ്ങിച്ചു. വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ചായയും വടയൊക്കെ തിന്നാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ? ചൂടില്ലേ ചായക്ക്? അപ്പം നമ്മൾ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. അതായത് കേരളത്തിലെ ബോർഡർ എന്ന് പറയുന്നത് മീനാക്ഷിപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. മീനാക്ഷിപുരം ക്രോസ് ചെയ്ത് കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറി. ഈ ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ തിരുച്ചെന്തൂരെത്തും. അപ്പോൾ തിരുച്ചെന്തൂരൊക്കെ പോകാനുള്ളവർക്ക് പറ്റിയ ട്രെയിനാണ്. രാവിലെ കയറിയ ഉച്ചയാകുമ്പോൾ തിരുച്ചെന്തൂരെത്താം കേട്ടോ. കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്ക് വേണമെങ്കിൽ ഈ ട്രെയിനിൽ തിരുച്ചെന്തൂർ പോവാം. ഞങ്ങൾ ഇതിനു മുമ്പേ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് തിരുച്ചെന്തൂർ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് തെങ്ങ് കൃഷിയാണ്. പൊള്ളാച്ചി എന്ന് പറയുന്നത് തെങ്ങ് കൃഷിയിലെ പ്രശസ്തമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ടുള്ള തേങ്ങയൊക്കെ വരുന്നുണ്ട്. അതായത് പാണ്ടി തേങ്ങ എന്നൊക്കെ പറയാറില്ലേ, അത് വരുന്നത്. ഇവിടെ ഫുള്ള് തെങ്ങ് കൃഷിയാണ്. അതുപോലെ തന്നെ പൊള്ളാച്ചി ഫേമസ് എന്ന് പറയുന്നത് പൊള്ളാച്ചി ചന്തയൊക്കെ ഉണ്ട്, കാലിച്ചന്ത, അതൊക്കെ ഫേമസ് ആണ്. നമ്മളിപ്പോൾ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുവാണ്. ഈ ഇപ്പുറത്ത് കാണുന്ന ട്രാക്ക് എന്ന് പറയുന്നത് കോയമ്പത്തൂരോട്ട് പോകുന്ന ട്രാക്കാണ് കേട്ടോ. പൊള്ളാച്ചി ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ പണ്ട് ഇതൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും. ട്രെയിനിലെ വീഡിയോസ് ആയിരുന്നല്ലോ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിലോട്ട് കയറി. ഇപ്പോൾ 7:15, നമുക്ക് 7:25 അടുത്ത ട്രെയിൻ. ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ അടുത്ത ട്രെയിനിലോട്ട് മാറി കയറണം. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, ഇറങ്ങി ഉടനെ കയറണം. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇത് അപ്പുറത്ത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മളങ്ങനെ പൊള്ളാച്ചി കയറി. അപ്പുറത്ത് നിൽക്കുന്ന ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി കോയമ്പത്തൂരേക്ക് ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് പിന്നെ നമുക്കിനി ടിക്കറ്റൊന്നും എടുക്കണ്ട, നേരെ അപ്പുറത്തോട്ട് മാറി കയറിയാൽ. നല്ല തിരക്ക് കേട്ടോ. ഇന്ന് തിരുച്ചെന്തൂർ പോകാൻ നോക്കി എന്തുമാത്രം ആൾക്കാരാണ്.
രാവിലെ ജോലിക്ക് പോകുന്നവരെല്ലാം കാണും. മറ്റേതും പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതായത് പൊള്ളാച്ചി കോയമ്പത്തൂർ പാസഞ്ചർ, ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഞങ്ങളവിടെ നേരെ അതുകൊണ്ട് അടുത്ത ട്രെയിനിലോട്ട് കയറി. അപ്പോൾ ഇത് പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ, പക്ഷേ ഇതിനകത്ത് സ്ലീപ്പർ കോച്ചുണ്ട്. അപ്പം അത് കുഴപ്പമില്ലെന്ന് വെച്ചാൽ തിരക്കി ഇതിനകത്ത് സ്ലീപ്പറിൽ കയറാം. അത് കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് സ്ലീപ്പർ കോച്ചുണ്ട്. പക്ഷേ ഫുള്ളി അൺറിസർവ്ഡ് ട്രെയിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. അപ്പോൾ അതെ, നമുക്ക് വെറും 30 രൂപ ടിക്കറ്റിൽ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. നല്ല വെറൈറ്റിയാണ്. നമ്മൾ പണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് കാശ്മീർ വരെയൊക്കെ. ഇപ്പോൾ ഇത് സ്ലീപ്പർ കോച്ച് കേട്ടോ. ഇതിനകത്ത് എന്തൊരു കോച്ച് അറ്റാച്ച് ചെയ്തിരിക്കും. 1-2 സ്ലീപ്പർ കോച്ച് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ അതെ അതെ ട്രെയിനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ടൊക്കെ പോകും. നമ്മൾ പഴയ യാത്ര 4-5 മാസമായിരുന്നു ട്രെയിൻ. ലോറിയുടെ ഇത് ആയി പിന്നെ നമ്മള് ലോറിയിലായ പിന്നെ ട്രെയിനിൽ പോക്ക് കുറഞ്ഞു. പക്ഷെ രസമാണ് ട്രെയിനിൽ പോകുന്നത് അല്ലേ. ലോറിയിൽ പോകുന്നത് അത് നമ്മളൊരു ജോലി എന്ന രീതിയിൽ. ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ഉണ്ട്, സ്വതന്ത്രമായിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ലോറിയിലാകുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനാണ്. ഇതാകുമ്പോൾ ടെൻഷൻ ഫ്രീ ആണ് ട്രെയിനിൽ പോയി വീഡിയോ എടുക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ചിലവ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ലോറിയിൽ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മളെ ട്രെയിൻ പുറപ്പെട്ടു കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങുന്നില്ല, നമ്മൾ വണ്ടി സർവീസ് സെൻ്ററിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇറങ്ങുന്നത്. അതെ, പൊള്ളാച്ചി ജംഗ്ഷൻ. പോത്തന്നൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിൽ പോകണം നമുക്ക്. നമ്മളങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലം എത്തി കേട്ടോ. പോത്തന്നൂർ, തമിഴിൽ പോത്തന്നൂർ എന്നും ഇംഗ്ലീഷിൽ പൊതന്നൂർ എന്നുമാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇറങ്ങുന്നത്. കോയമ്പത്തൂരിന് മുമ്പുള്ള സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് വർക്ക്ഷോപ്പ് അടുത്ത് സർവീസ് സെൻ്റർ. നമ്മൾ പോത്തന്നൂരിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ നമ്മളെ ഷോറൂമിൽ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടുന്ന് ട്രയലിൽ പോയിരിക്കുകയാണ്. രാവിലെ തന്നെ അത് ട്രയലിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞങ്ങളിവിടെ വെയിറ്റിംഗ് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ഏഷ്യൻ്റെ വെയിറ്റിംഗ് ഷെഡ് കേട്ടോ. അതായത് വെയിറ്റിംഗ് റൂം കാണിച്ചു തരാം ഞാൻ. വളരെ ദാരിദ്ര്യമുള്ള സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ലൈലാൻഡിലൊക്കെ പോയിട്ടുണ്ട്, അവിടെയൊക്കെ നല്ല AC റൂമും ഫെസിലിറ്റിയൊക്കെ ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ കോയമ്പത്തൂരിലെ ഏഷ്യറിൻ്റെ എന്താ പറയുക വിസിറ്റേഴ്സ് ഹാളാണ്, എന്താ വിസിറ്റേഴ്സ് റൂം. അതാണ് ഒരു പഴയ TV-യും ഇതുകൊണ്ട് ആദ്യം ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കര ശോഭമാണ് കേട്ടോ. ഭാരത് ബെൻസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ ലൈലൻഡിൻ്റെ പാലക്കാട് ഷോറൂം ആയാലും നല്ല വൃത്തിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതില്ല ഹോസ്പിറ്റലിലെ ബെഡിനേക്കാളും കഷ്ടമാണ്. ഞാൻ കാണിക്കുന്ന കാരണം കൊണ്ടല്ല, ഇതൊക്കെ മാറ്റണം ഏഷ്യറൊക്കെ. കാരണം കുറേം കൂടെ ഫെസിലിറ്റി കൊടുക്കണം ഡ്രൈവേഴ്സിനൊക്കെ. കണ്ടോ, ഈ ഒരു സെറ്റപ്പേ ഉള്ളൂ വെയിറ്റിംഗ് ഹാള്. ഇപ്പുറത്തായിട്ടാണ് ഷോറൂം. വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷേ കാര്യമില്ല. വെയിറ്റ് ചെയ്യുന്നവർക്ക് ദുരിതം തന്നെയാണ്. രാത്രിയൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ ആൾക്കാർ കിടന്നൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആകെ 2 പേർക്ക് കിടക്കാനുള്ള ഫെസിലിറ്റിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസൊക്കെ കഴിഞ്ഞു. സർവീസല്ല, ജസ്റ്റ് ആ ചെക്ക് എഞ്ചിൻ കത്തിയില്ലേ അതിൻ്റെ ഒരു മെക്കാനിക്സ് ഒക്കെ ചെയ്തു, പണിയൊക്കെ ചെയ്തു. വേറൊന്നുമില്ല, ആഡ് ബ്ലൂവിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ 1,10,000 കിലോമീറ്റർ ആയി. അപ്പോൾ ഞാൻ തിരക്കി 1,20,000 കിലോമീറ്ററാണ് ഇതിൻ്റെ സർവീസ്. അപ്പോൾ സെക്കൻഡ് സർവീസ് ആയിട്ടില്ല. പിന്നെ മെയിൻ്റെനൻസ് റിക്വേർഡൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 1,100 രൂപയുടെ പണിയാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളെ പരിപാടി, ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് കമ്പനിയിൽ നിന്ന് പുറത്തോട്ട് അല്ലേ. നല്ല ചൂട് കേട്ടോ ഇന്ന്, നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പോൾ വിളിക്കണം, അവിടെ ഓഫീസിൽ വിളിച്ചിട്ട് ഓട്ടം ഉണ്ടോയെന്ന് നോക്കണം. അതില്ലെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ഈ ഫാനും അതുപോലെ ഇൻഡിക്കേറ്ററും കത്തുന്നില്ല. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ കംപ്ലീറ്റ് പോയി കിടക്കുക കേട്ടോ. റൈറ്റ് സൈഡ് ടെയിലാമ്പ് കംപ്ലീറ്റ് പോയി കിടക്കുക. അപ്പം അവർ വിസിലടിക്കുന്നുണ്ടോ, വണ്ടി ഇടുന്നുണ്ടാണോ? ഓക്കെ. അപ്പോൾ ടെയിലാമ്പ് അതൊന്ന് റെഡിയാക്കണുണ്ടോ, സമയം കിട്ടുവാണെങ്കിൽ എന്തായാലും അത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് വണ്ടി തൽക്കാലം ഒതുക്കി ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, പോകണോ വേണ്ടയോ എന്നൊക്കെ കേട്ടോ. ഓട്ടോ ആണോ അതോ ലൈറ്റ് റെഡിയാക്കണോ? എന്തായാലും അത് റെഡിയാക്കിയേ പറ്റൂ. നല്ല ചൂടല്ലേ, നല്ല അടിപൊളി ചൂട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ലോഡ് ഇപ്പോൾ കൺഫേം ആവും. ലോഡ് എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. ഹൈദരാബാദ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊക്കെ വണ്ടികളാണ്. നമുക്ക് നേരെ പോയാലാണ് സേലം റൂട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ആതിര ഇവിടെ കിടക്കുന്നുണ്ടോ. ആതിരക്കുട്ടി പോകാൻ കാണിക്കുന്നില്ല, ഞാനിവിടെ ബാക്കിൽ കിടക്കുന്നു. രണ്ടുപേരും ഇവിടെ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ചൂടുണ്ട്, എന്നാലും സാറില്ല. നമുക്ക് ലോഡാവുന്നവരെ ഇവിടെ നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അപ്പുറത്ത് ടോളാണ്. അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ടോൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ വരുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നല്ലോ,
ഈച്ചനാറി ഈച്ചനാറി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കാര്യങ്ങള്. ഫാൻ ഇതാ ഞാൻ കാണിച്ചിട്ടില്ലല്ലേ, ഫാൻ അത് ഫാനുണ്ട്. ഇത് റെഡിയാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇതാ സ്വിച്ച് ഇട്ട് നിന്ന് ഫാൻ്റെ സ്വിച്ച് ഇട്ട് അതെല്ലാം ഇപ്പൊ ഇളകി കിടക്കുക. ഇതൊരു പഴയ ഫാനാണ്, ഇതൊന്നും കൊള്ളത്തില്ല. അത് നല്ല കാറ്റാന്നാ പറയുന്നത്, പക്ഷെ അത് സ്വിച്ച് ഓൺ ആണ് കേട്ടോ. പക്ഷെ കറങ്ങുന്നില്ല. അതൊക്കെ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുക. അത് കെട്ടിയത് കംപ്ലൈൻ്റ് ആയിട്ടല്ല, ഇതിങ്ങനെ നേരെ നിൽക്കാൻ വേണ്ടി കെട്ടിയാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ഫാൻ റെഡിയാക്കാൻ പറ്റുമെങ്കിൽ തന്നെ റെഡിയാക്കണം. നമ്മൾ തോണ്ടേ അവിടെയാണ് കേട്ടോ നമ്മുടെ ഷോറൂമിൽ നിന്ന് വന്നിട്ട് അപ്പുറത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ പോയ പൊള്ളാച്ചി, ഇങ്ങോട്ട് പോയ പാലക്കാട്, ഇങ്ങോട്ട് പോയ സേലം. ഇവിടെയാണ് നമ്മൾ രാവിലെ തൊട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എല്ലാം വെള്ളത്തിലായി. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലോഡൊന്നും കിട്ടിയില്ല കേട്ടോ. വണ്ടി റോഡ് സൈഡ് തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ അങ്ങ് ഒതുക്കണം. ഇനിയിപ്പോൾ കമ്പനിയിലൊന്ന് വിളിച്ച് നോക്കട്ടെ, വിളിച്ച് നോക്കിയിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാം. കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ യാത്ര ഒന്ന് തുടങ്ങി കിട്ടാനുള്ള കേട്ടോ പാട്. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്തും ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഡിലേ വന്നായിരുന്നു ലോഡിന്. അതേപോലെ തന്നെ തോന്നുന്നു ഇന്നും നമുക്ക് പറ്റിയ ലോഡ് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾക്ക് ഇനി രാത്രി വേല ആവുമെന്ന് അറിയത്തില്ല, ഇതുവരെ ലോഡായിട്ടില്ല. രാത്രി ചിലപ്പോൾ ആവാൻ ചാൻസ് ഇല്ലായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ റോഡ് സൈഡാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വരുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഒന്നും നടന്നില്ല, ഒരു പരിപാടി നടന്നില്ല. നമ്മൾ വന്നിടത്ത് തന്നെ നിൽക്കുക അല്ലേ. ബോറായിരുന്നു ഇന്നത്തെ ദിവസം, ഭയങ്കര ബോറായിരുന്നു. കുറച്ച് നേരം ഞാൻ ഉറക്കവും വരുന്നില്ല ചൂട് കാരണം. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഫാനൊക്കെ റെഡിയാക്കാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ കമ്പനി പറഞ്ഞു ലോഡാകുമ്പോൾ പോകുന്ന വഴിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതായത് ഇന്ന് സമയം ഉണ്ടായിരുന്നു എല്ലാം ശരിയാക്കാം. ഫാനും പിന്നെ ഇൻഡിക്കേറ്റർ കത്തുന്നില്ല കേട്ടോ, റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പം ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാർക്കിംഗ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം തുടക്കം വീഡിയോ കാണിച്ചില്ല പാർക്കിംഗ്. ചിലപ്പോൾ രാത്രി ഓട്ടോ ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിരിക്കും നമ്മുടെ പുതിയ ഓട്ടം. അപ്പോൾ ഇന്ന് ഓട്ടമില്ലാത്തൊരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഇടുന്ന വേറെ കൊണ്ടല്ല, നമുക്ക് ഡെയിലി ഇട്ട് പോകണമെന്നുണ്ട്. ഇന്നത്തെ കാര്യം തന്നെ നമുക്ക് ഡെയിലി അങ്ങ് ഇട്ട് പോകാമെന്ന് കരുതിയാണ്, വീഡിയോ മുടക്കണ്ട എന്ന് കരുതിയാണ് ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടിട്ട് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.